ഹായ് ഗൈസ്, ICC ODI ടെസ്റ്റ് T20 ഇതിനു വേണ്ടി പുതിയ റൂൾസ് ഇറക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾക്കറിയാം റൂൾസ് എന്തൊക്കെയാണെന്ന്? അറിയാം. അല്ല, ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എനിക്കറിയാം. ഞാൻ പറഞ്ഞു. The first rule is stop clock. ICC has introduced a 60-second stop clock between overs in Test cricket. ഭാരതീയ ശൗചാലയ ആക്ട് പ്രകാരം ഞങ്ങൾ ഇനി മലയാളത്തിൽ പറയുന്നതായിരിക്കും. നിർത്തിയ ഘടികാര സൂചിക, അതാണ് നിയമം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് യോജന പ്രകാരം ഈ 60 സെക്കൻഡ്. നീ പറഞ്ഞ മലയാളത്തിൽ പറയുന്നത് വേണ്ട, നീ നിനക്കറിയാവുന്ന പക്ഷേ പറഞ്ഞു. So, stop clock. The first rule is about 60 seconds between the overs in Test cricket. ഓരോ 60 സെക്കൻഡിന് മുമ്പും ഒരു ഓവർ കഴിയുമ്പോൾ അടുത്ത ഓവർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതൊരു 3 times മാത്രമേ ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കത്തുള്ളൂ ബോളിംഗ് സൈഡിൽ. അത് കഴിഞ്ഞാൽ പിന്നെ 5 runs പെനാൽറ്റി ആയിട്ട് പോകും. സെക്കൻഡ് റൂൾ ഇസ് അബൌട്ട് ദ നമ്പർ ഓഫ് ബോൾസ് യൂസ്ഡ് ഇൻ ആൻ ODI ഇന്നിങ്സ്. ഇത് ഇപ്പോൾ ഉള്ള റൂൾസ് ഒരു വൺ ഡേ മാച്ചിൽ പെർ ഇന്നിങ്സ് 2 ന്യൂ ബോൾസ് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് 34th ഓവർ വരെ 2 ന്യൂ ബോൾസ്. അത് കഴിഞ്ഞിട്ട് ഫീൽഡിംഗ് ടീംസ് യൂസ് ചെയ്യുന്ന ഒരു ബോൾ ഓൾഡ് ബോളായിട്ട് യൂസ് ചെയ്യും ഫോർ ദ കംപ്ലീറ്റ് 50th ഓവേഴ്സ് വരെ. അതാണ് സെക്കൻഡ്. തേർഡ് റൂൾ ഇസ് ഡെലിവറേറ്റ് ഷോർട്ട് റൺ. ഇപ്പോഴത്തെ ഷോർട്ട് റൺ റൂൾസ് വെച്ചിട്ട് ഒരു ബാറ്റർ ഷോർട്ടായി പോയാൽ അത് മനഃപൂർവ്വമാണ് ആവുന്നതെങ്കിൽ ആ റണ്ണ് വൺ സൈഡ് കംപ്ലീറ്റ് ക്യാൻസൽ ആവത്തുള്ളൂ. ബട്ട് ഇനി അങ്ങോട്ടുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് റൺ ആണെങ്കിൽ ഒപ്പോസിഷൻ ടീമിന് 5 റൺ പെനാൽറ്റിയും കൂടെ പോകും. അതാണ് പുതിയ റൂൾസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൂളിൽ ഒരു എക്സ്ട്രാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒപ്പോസിഷൻ ടീമിന് ചൂസ് ചെയ്യാം ഏത് ബാറ്റർ അടുത്ത് സ്റ്റാൻസ് എടുക്കണമെന്ന് ക്രീസിൽ, സ്ട്രൈക്കിംഗ് പൊസിഷൻ. ഫോർത്ത് റൂൾ ഇസ് ഫേക്ക് ക്യാച്ചിങ്. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഫേക്ക് ക്യാച്ചസ് എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയാതെ എടുത്ത് ബൗൺസ് ചെയ്തൊരു ബോൾ ക്യാച്ച് എടുത്തത് അപ്പീൽ ചെയ്യുന്നത്, അതിന് കുഴപ്പമില്ല. ബട്ട് ഒരു ഫേക്ക് ക്യാച്ചുള്ള ക്യാച്ച് അറിഞ്ഞുകൊണ്ട് അപ്പീൽ ചെയ്താൽ അതിന് തൊട്ടൊരു നോ ബോളായിട്ടായിരിക്കും വരുന്നത്. ബോളിംഗ് സൈഡ് ബി കെയർഫുൾ. ദ ഫിഫ്ത്ത് റൂൾ ഇസ് കൺകഷൻ. ഇനി തൊട്ട് മാച്ചിന് മുമ്പ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് 5 പേരെ ടീം ഓൾറെഡി നെയിം ചെയ്തിരിക്കണം. ഒരു വിക്കറ്റ് കീപ്പർ, ഒരു ബാറ്റർ, ഒരു സെയിം പേസർ, ഒരു സ്പിന്നർ, ഒരു ഓൾറൗണ്ടർ. സിക്സ്ത് ലോ ഇസ് നോ ബോൾ ചേഞ്ച്. അതായത് നോ ബോൾ ചേഞ്ച് അല്ല, ഇനി തൊട്ട് സലൈവ എങ്ങാനും ബോളിംഗ് സൈഡ് സലൈവ യൂസ് ചെയ്യുകയാണെങ്കിൽ ബോളിൻ്റെ ഷൈനിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ബോൾ ചേഞ്ച് ചെയ്യത്തില്ല, നോ മാറ്റർ വോൾ. സോ 7ാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ T20s പവർ പ്ലേ റൂൾസാണ്. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. 20 ഓവറിന് താഴേക്ക് മഴ പെയ്ത് ഓവേഴ്സ് ലോസ് ആയാൽ ഇനി തൊട്ട് പവർ പ്ലേയിലുള്ള 6 ഓവർ എന്നുള്ള പവർ പ്ലേ അതും ചെറുതായി വരും. അതെങ്ങനെയാണെന്ന് ഇതാണ് ആ റൂൾസ്. അപ്പം ഇത്ര ഉള്ള റൂൾസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.